വലിയ തോതിൽ പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു വീടും ഇല്ല. ഒരു വീട്ടിൽ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ആർക്കും പ്രമേഹമോ രക്തസമ്മർദ്ദമോ ഇല്ലെന്ന് അതിൽ വിശ്വസിക്കാൻ പോലും നമുക്ക് കഴിയില്ല. അതിനാൽ ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു 5 ഘട്ട ഫോർമുല പറയാനാണ് പോകുന്നത്. നിങ്ങൾ ഇത് പതിവായി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹത്തിൽ നിന്ന് പൂർണ്ണമായും മോചിതനാകാനും മരുന്നുകളുടെ സഹായമില്ലാതെ തന്നെ നിങ്ങളുടെ പ്രമേഹം ഫലപ്രദമായി നിയന്ത്രിക്കാനും ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാനും സാധിക്കും. ഇത് നിങ്ങളുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുകയും ദീർഘകാലത്തേക്ക് പ്രമേഹ രോഗത്തിൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യും. എൻ്റെ പേര് ഡോക്ടർ നാഗേഷ് കുൽക്കർണി ആണ്. ഞാൻ ഒരു പ്രമേഹ റിവേഴ്സൽ സ്പെഷ്യലിസ്റ്റ് ആണ്. കഴിഞ്ഞ 12 വർഷമായി ഞാൻ ഈ പ്രമേഹ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. പ്രമേഹം മാത്രമല്ല, ഇതുവരെ 16,000-ലധികം ആളുകളുടെ പ്രമേഹ റിവേഴ്സലിൽ ഞങ്ങൾക്ക് വിജയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇന്നത്തെ സെഷനിൽ നാം ഇതാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇന്നത്തെ ടോക്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ആഗോളതലത്തിലും പ്രമേഹ രോഗികളുടെ എണ്ണം എങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നിങ്ങളോട് പ്രമേഹത്തിന്റെ കാരണങ്ങൾ മാത്രം പറയുന്നില്ല. അതിനാൽ ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു 5 ഘട്ട ഫോർമുല പറയാൻ പോകുന്നു. നിങ്ങൾ ഇതുപയോഗിച്ചാൽ പ്രമേഹത്തെ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയും. അതുമാത്രമല്ല, ഞാൻ പറയാൻ പോകുന്ന ഈ 5 വഴികൾ, ഈ 5 സ്റ്റെപ്പ് ഫോർമുല നിങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് പ്രമേഹത്തിൽ നിന്ന് മോചിതരാകാനും മരുന്നുകൾ ഇല്ലാതെ തന്നെ പ്രമേഹം സുഖപ്പെടാനും കഴിയും. നിങ്ങളുടെ പ്രമേഹം റിമിഷനിലേക്ക് പോകാൻ കഴിയും. സിംപ്റ്റോമാറ്റിക് റിലീഫ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കാം. അതിനാൽ മുഴുവൻ വീഡിയോയും ശ്രദ്ധയോടെ കാണാം. എങ്കിൽ നമുക്ക് ഈ 5 സ്റ്റെപ്പ് സൊല്യൂഷൻ എന്താണെന്ന് അറിയാം. പക്ഷേ അതിനു മുമ്പ് ഈ പ്രമേഹം ഇത്രയും വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രമേഹത്തിന്റെ പ്രശ്നം ഇത്രയും കൂടുതലാവുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് പ്രമേഹത്തെക്കുറിച്ച് പൊതുവെ വിശ്വസിക്കുന്നതും മനസ്സിലാക്കുന്നതും പ്രമേഹത്തെ ഒരു ഷുഗർ രോഗം എന്നാണ് കരുതുന്നത്. ഉദാഹരണത്തിന്, ആരുടെയെങ്കിലും രക്തത്തിൽ ഷുഗർ ഉയരുകയോ ഹൈപ്പർഗ്ലൈസീമിയ എന്ന അവസ്ഥ ഉണ്ടാകുകയോ ചെയ്താൽ അതിനെ പ്രമേഹം എന്ന് വിളിക്കുന്നു. എന്നാൽ ഇതുവരെ നടന്ന ഗവേഷണങ്ങളിൽ നിന്ന് തെളിയിച്ചിരിക്കുന്നത് പ്രമേഹത്തിൽ ഷുഗർ ഉയരുന്നത് അതാണ് പ്രമേഹത്തിന്റെ കാരണം അല്ല. അത് പ്രമേഹത്തിന്റെ ഒരു ലക്ഷണമാണ്, ഒരു സിംപ്റ്റമാണ്. എനിക്ക് പ്രമേഹത്തെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കണമെങ്കിൽ ഈ ഷുഗറിന് പുറത്തേക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ശരീരത്തിൽ എൻ്റെ പഞ്ചസാര മാത്രം ഉയരുകയാണ്, അതിനാലാണ് എനിക്ക് പ്രമേഹം വന്നത്. ഇത് ഒരു പഴയ ചിന്താഗതിയായി മാറിയിരിക്കുന്നു. ഇന്നും എത്രയോ ആളുകൾക്ക് പ്രമേഹം ശരിയാവാത്തതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ആളുകളുടെ പ്രമേഹം നിയന്ത്രണത്തിലാകുന്നില്ല? കാരണം അതിനായി നൽകുന്ന ചികിത്സ പഞ്ചസാര കുറയ്ക്കാനാണ്. നമുക്ക് മരുന്നുകൾ നൽകുന്നത് പഞ്ചസാര കുറയ്ക്കാനാണ്. നമ്മുടെ എല്ലാ ചികിത്സയും പഞ്ചസാര കുറയ്ക്കുന്നതിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിനാൽ പ്രമേഹത്തിന്റെ യഥാർത്ഥ കാരണം നാം മനസ്സിലാക്കുമ്പോൾ അത് ഉയർന്ന പഞ്ചസാരയല്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നതാണ് യഥാർത്ഥ കാരണം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ നാം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണ്, അത് എങ്ങനെ കൂടുന്നു, എങ്കിൽ എനിക്ക് പ്രമേഹം ശരിയായി നിയന്ത്രിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുകയും അതിന്മേൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് എന്നതും നാം കാണും. അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണെന്ന് നാം ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻസുലിനെക്കുറിച്ച് നാം പലതവണ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ അഗ്ന്യാശയത്തിൽ ആണ് ഇൻസുലിൻ നിർമ്മിക്കപ്പെടുന്നത്. നമ്മുടെ പാൻക്രിയാസിലാണ് ഇൻസുലിൻ നിർമ്മിക്കപ്പെടുന്നത്. ഈ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ നാം എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ നിന്ന് 62 മുതൽ 70% വരെ കാർബോഹൈഡ്രേറ്റ്സ് ഗ്ലൂക്കോസായി മാറുന്നു. ഈ ഗ്ലൂക്കോസ് നമ്മുടെ കോശങ്ങളിലേക്കും പേശികളിലേക്കും എത്തിക്കുന്നത് വളരെ പ്രധാനമാണ്. അതിനാൽ ഈ ഗ്ലൂക്കോസ് യാത്ര ചെയ്യുന്നതും നമ്മുടെ ലിവറിൽ നിന്ന് വരുന്ന ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് എത്തിക്കുന്നതും എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട ജോലി ഇൻസുലിൻ ആണ് നിർവഹിക്കുന്നത്. ഇത് സിസ്റ്റം ശരിയായി പ്രവർത്തിക്കുന്നതും ഈ മെക്കാനിസം ശരിയായി നടക്കുന്നതും ആയിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിലെ ഗ്ലൂക്കോസ് മെറ്റബോളിസം നല്ല രീതിയിൽ പ്രവർത്തിക്കും. അതിനാൽ എനിക്ക് എൻ്റെ ശരീരത്തിൽ പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ വർദ്ധിക്കുകയോ ഉണ്ടാകുകയോ ചെയ്യില്ല. എപ്പോഴെങ്കിലും ഈ ഇൻസുലിനിന് തടസ്സം നേരിടുമ്പോഴും ഇൻസുലിൻ പ്രതിരോധം വർദ്ധിക്കുമ്പോഴും അപ്പോൾ എൻ്റെ രക്തത്തിൽ ഷുഗർ ഉയരാൻ തുടങ്ങും. പിന്നെ എൻ്റെ ശരീരത്തിൽ ഷുഗർ ഉയരുമ്പോൾ, എൻ്റെ രക്തത്തിൽ ഷുഗർ ഉയരുമ്പോൾ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങും. ഉദാഹരണത്തിന് കൂടുതൽ ദാഹം തോന്നുക, കൂടുതൽ മൂത്രം വരിക, കൂടുതൽ വിശപ്പ് തോന്നുക എന്നിവ. ഇവയാണ് പ്രമേഹത്തിന്റെ ക്ലാസിക്കൽ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അവ കാണാൻ തുടങ്ങും. അതിനാൽ പ്രമേഹം ഞാൻ ശരിയാക്കണമെങ്കിൽ വെറും ഷുഗർ കുറയ്ക്കുന്നത് കൊണ്ട് മാത്രം പ്രയോജനം ഉണ്ടാകില്ല. അത് ലക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നതിൽ മാത്രം ഒതുങ്ങും. എനിക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ പ്രമേഹത്തിന്റെ മൂലകാരണം ആയ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നേരിടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദുർഭാഗ്യവശാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ തെറ്റായ ജീവിതശൈലിയും ശാരീരിക പ്രവർത്തനക്കുറവും ജീവിതത്തിൽ വരുന്ന അതിയായ സമ്മർദ്ദവും കാരണം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് വളരെ കൂടുതലായി വർദ്ധിക്കുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ 4 പ്രധാന കാരണങ്ങൾ എന്താണെന്ന് ഞാൻ ആദ്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതിനായി നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർമ്മിക്കാൻ ഒരു ലളിതമായ ഫോർമുല ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നാം എങ്ങനെ ഒരു നടനോ നടിയുടെയോ ആരാധകരാകാറുണ്ടോ അതുപോലെ. ഫാൻസ്, അതായത് നിങ്ങൾക്ക് ഈ ഫാൻസ് എന്ന ഫോർമുല ഓർമ്മിക്കണം. FANS. ഈ ഫാൻസ് എന്നത് എൻ്റെ ശരീരത്തിൽ കൂടുമ്പോൾ എൻ്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുകയും ചെയ്യും. അപ്പോൾ ഫാൻസിലെ ആദ്യത്തെ F എന്നത് ഫാറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്.
എൻ്റെ വയറിന് മുകളിൽ ഫാറ്റ് കൂടുതലാണെങ്കിൽ ഇനി എൻ്റെ വീഡിയോ കഴിഞ്ഞ് എല്ലാവരും ഒരിക്കൽ തങ്ങളുടെ വെസ്റ്റ് സർക്കംഫറൻസ് പരിശോധിക്കാം. എൻ്റെ വെസ്റ്റ് സർക്കംഫറൻസ് 34 ഇഞ്ചിൽ കൂടുതൽ ആണെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഫാറ്റിൻ്റെ അളവ് വളരെ കൂടുതലാണ്. എത്രയോ കൂടുതൽ ഫാറ്റ് എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴും കൂടുമ്പോഴും അത്രയേറെ ഇൻസുലിൻ്റെ പ്രതിരോധം കൂടും. ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കൂടുന്നു, കാരണം അധിക ഫാറ്റ് എൻ്റെ ശരീരത്തിൽ അണുബാധയും വീക്കവും ഉണ്ടാക്കുന്നു, ശരീരത്തിൽ സൂചന ഉണ്ടാക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഭക്ഷണ രീതിയിൽ നോക്കിയാൽ കൂടുതലും നാം ഫാറ്റി ഫുഡ് ആണ് കഴിക്കുന്നത്. കൂടുതൽ റിഫൈൻഡ് ഫുഡ് നമ്മുടെ ഭക്ഷണത്തിൽ എത്തുന്നു. പലപ്പോഴും നാം നിരന്തരം ഭക്ഷണം കഴിക്കുകയാണ്. നമുക്ക് തോന്നുന്നു ഇപ്പോൾ നാം ആരോഗ്യകരമായി തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നാം നല്ല വരുമാനം സമ്പാദിച്ചാൽ ആ മുഴുവൻ പണം ആസ്വാദ്യത്തിനും ജീവിതം ആനന്ദത്തോടെ കഴിക്കാൻ ഉപയോഗിക്കണമെന്ന് നമുക്ക് തോന്നുന്നു. അതിനാൽ നാം കൂടുതൽ ഭക്ഷണത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതിൽ ആവശ്യമുള്ളതിലധികം ഭക്ഷണം എൻ്റെ ശരീരത്തിൽ എത്തുമ്പോൾ അതിൻ്റെ ഉപയോഗം ശരീരം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ അധികം ഭക്ഷണം മുഴുവൻ അധികം കൊഴുപ്പായി മാറുന്നു. ഈ അധികം കൊഴുപ്പ് എൻ്റെ ശരീരത്തിൽ എത്തിയാൽ അത് ഒരു അണുബാധയോ അല്ലെങ്കിൽ വീക്കം പോലെയോ ഉണ്ടാക്കുന്നു. ഈ അണുബാധയാണ് എൻ്റെ ശരീരത്തിൽ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നത്. ആ അസന്തുലിതാവസ്ഥ എൻ്റെ ശരീരത്തിലെ ചയാപചയത്തെയും ശരീരത്തിലെ ഹോമിയോസ്റ്റേസിസിനെയും തകർക്കുന്നു. എൻ്റെ ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാൻ അത് അനുവദിക്കുന്നില്ല. അതിനാൽ ഞാൻ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നാൽ ഈ കൊഴുപ്പിൻ്റെ വർദ്ധിച്ച നിലയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തേത് നമ്മൾ കഴിക്കുന്ന റിഫൈൻഡ് ഫുഡുകളാണ്. പ്രോസസ് ചെയ്തെന്നത് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലും കാണുന്ന ബിസ്ക്കറ്റുകൾ, പാക്കറ്റിലുള്ള സാധനങ്ങൾ, ബേക്കറി വസ്തുക്കൾ എന്നിവയാണോ? ഇതിൽ വെള്ളം ഇല്ല, ഫൈബറും ഒന്നുമില്ല. ഇത് ഡെഡ് ഫുഡാണ്, നാച്ചുറൽ ഫുഡ് അല്ല. അത് ഞാൻ കഴിച്ചാൽ അത് ദഹിപ്പിക്കാൻ എൻ്റെ രക്തത്തിൽ ആസിഡ് വളരെ കൂടുതലായി ഉയരും. എത്രയധികം ആസിഡ് എൻ്റെ ശരീരത്തിൽ കൂടും, എത്രയധികം എൻ്റെ രക്തം ആസിഡിക് ആകും, അത്രയധികം എൻ്റെ ഷുഗർ നിലയും ഉയർന്നിരിക്കും. എൻ്റെ ബ്ലഡ് പ്രഷറും കൂടുതലായിരിക്കും. എൻ്റെ കൊളസ്ട്രോൾ കൂടി അതിൽ ഉയരും. കൂടാതെ ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം ആസിഡിക് ബോഡിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കണ്ടെത്തിയ കാരണമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടാൻ ഇടയാക്കുന്നത്. അതിനാൽ നമുക്ക് ഈ പാക്ക് ചെയ്തും പ്രോസസ് ചെയ്തുമായ വസ്തുക്കൾ എത്രയാകാം അവോയ്ഡ് ചെയ്യണം, എത്രയാകാം നാച്ചുറൽ വസ്തുക്കളിലേക്ക് തിരിയണം. മൂന്നാമത്തേതായി ഇന്ന് ഇന്ത്യയിലും മുഴുവൻ ഭാരതത്തിലും നോക്കുമ്പോൾ പോഷകാഹാര പ്രശ്നം വളരെ കൂടുതലാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പോഷകാഹാരക്കുറവ് എന്നതാണ്. ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണം ഒന്നാമതായി പാക്ക് ചെയ്തും പ്രോസസ് ചെയ്തുമാണ്. രണ്ടാമതായി അതൊരു പോഷകമില്ലാത്ത ഭക്ഷണമാണ്. നാം പതിവായി കഴിക്കുന്ന ആഹാരത്തിൽ പോഷകങ്ങളുടെ കുറവുണ്ട്. അത് പോഷക മൂല്യങ്ങൾക്ക് കുറവാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ കണക്കുകൾ നോക്കിയാൽ 100-ൽ 90% ആളുകളിൽ വിറ്റാമിൻ B12ഉം വിറ്റാമിൻ ഡിയും കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അനേകം സ്ത്രീകളിൽ അയൺ, ഫോളിക് ആസിഡ്, കാൽസ്യം എന്നിവയുടെ കുറവുണ്ട്. കൂടാതെ ഈ എല്ലാ മിനറലുകളും ഈ എല്ലാ വിറ്റാമിനുകളും ശരീരത്തിൽ നല്ല ഗുണമേന്മയുള്ള ഇൻസുലിൻ നിർമ്മിക്കാനും ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി നിലനിർത്താൻ വേണ്ടിയും ഈ പോഷകങ്ങൾ അത്യാവശ്യമാണ്. നാലാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് 9% ആളുകളിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്, അതായത് ഉയർന്ന തലത്തിലുള്ള മാനസിക സമ്മർദ്ദവും അടിച്ചമർത്തിയ വികാരങ്ങളുമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ചില സംഭവങ്ങൾ നമ്മളെ പ്രകടിപ്പിക്കാൻ ആഗ്രഹിപ്പിച്ചാലും അത്രയൊന്നും നന്നായി പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. അതിനാൽ നമ്മുടെ ശരീരത്തിലും ജീവിതത്തിലും ഇന്ന് വളരെ കൂടുതലായി കാണുന്ന നെഗറ്റീവ് സമ്മർദ്ദം ഇതിൻ്റെ മറ്റൊരു പ്രധാന കാരണമാണ്. കാരണം സമ്മർദ്ദം കൂടുമ്പോൾ എൻ്റെ ശരീരത്തിൽ കോർട്ടിസോൾ നിലകൾ ഉയരുന്നു. ഈ കോർട്ടിസോൾ ഹോർമോൺ എൻ്റെ രക്തത്തിലെ പഞ്ചസാരയും രക്തസമ്മർദ്ദവും വളരെ കൂടുതലാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ കണ്ടു. എന്താണ് ഇതിൻ്റെ കാരണം എന്നത് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ നാം സൊല്യൂഷനുകളിലേക്കാണ് വരുന്നത്. ഞാൻ പറയുന്ന എല്ലാ പരിഹാരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ദിനചര്യയിൽ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും. കൂടാതെ നിങ്ങൾക്ക് പ്രമേഹത്തോടൊപ്പം രക്തസമ്മർദ്ദം, തൈറോയിഡ്, കൊളസ്ട്രോൾ എന്നിവയിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവയും കുറയാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന പ്രശ്നം, ഈ റൂട്ട് കോസ്, ഇത് വെറും പ്രമേഹത്തിനുള്ള കാരണമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസോർഡറുകൾക്കും ഇത് ബാധകമാണ്. നിങ്ങൾക്ക് PCOD പോലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അതും ഇതിൽ ഉൾപ്പെടുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സ്ത്രീകളിൽ പലവിധ പീരിയഡ് സംബന്ധമായ പ്രശ്നങ്ങളും ഇതിൽ കാണപ്പെടും. അനേകം ആളുകൾക്ക് അൽസൈമേഴ്സ് പോലുള്ള പ്രശ്നങ്ങളും തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഈ ആളുകളിൽ, ഈ രോഗികളിൽ പോലും ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നു. അതിനാൽ ഞാൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രമേഹത്തെ മാത്രം ശരിയാക്കുന്നില്ല. പ്രമേഹത്തോടൊപ്പം നിങ്ങൾക്ക് മറ്റേതെങ്കിലും കോമോർബിഡിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതിലൂടെ അതും നിങ്ങൾക്ക് ശരിയാക്കാൻ കഴിയും. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 5 സ്റ്റെപ്പ് ഫോർമുലയിലെ ആദ്യ ഘട്ടം പലരും അത്ര ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. അതാണ് ശരിയായ വിലയിരുത്തൽ. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എൻ്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഏത് കാരണത്താലാണ് കൂടിയത് എന്ന്. അതിനായി നിങ്ങളുടെ രക്തപരിശോധന, ശരിയായ രീതിയിൽ രക്തപരിശോധന, നിങ്ങളുടെ ശക്ക പരിശോധിക്കൽ, നിങ്ങളുടെ ഭാരം എത്രയാണ്, നിങ്ങളുടെ ശരീരത്തിൽ ഫാറ്റ് മാസ് എത്രയുണ്ട് എന്നിങ്ങനെയുള്ളവ പരിശോധിക്കണം. അതിനാൽ ശരിയായ പരിഹാരങ്ങൾ തുടങ്ങുന്നത് ശരിയായ വിലയിരുത്തലിൽ നിന്നാണ്. ഞാൻ എപ്പോഴും ഇത് പറയുന്നു. ഏതെങ്കിലും കാര്യത്തെ ഞാൻ മാനേജ് ചെയ്യണമെങ്കിൽ ആദ്യം അതിനെ ഞാൻ അളക്കേണ്ടതുണ്ട്. ഞാൻ അതിനെ അളക്കാതെ പോയാൽ ഞാൻ അതിനെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിയില്ല.
അതിനാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് അതിൻ്റെ കാരണമാണെങ്കിൽ അതിനെ അളക്കാൻ നമ്മൾ സാധാരണയായി ചെയ്യുന്ന ടെസ്റ്റുകൾ ഉപയോഗിക്കാം. ഡയബറ്റീസ് ആകുമ്പോഴും ബ്ലഡ് പ്രഷർ ഉണ്ടാകുമ്പോഴും നമ്മൾ ഡോക്ടറെ സമീപിക്കുമ്പോഴും നമ്മുടെ ഫാസ്റ്റിംഗ് ഷുഗർ പരിശോധിക്കപ്പെടുന്നു. BP ഷുഗർ പരിശോധിക്കപ്പെടുന്നു. കൂടുതൽ പേരും HbA1c പരിശോധിക്കാറുണ്ട്. അർത്ഥം ഹീമോഗ്ലോബിനിൽ ചേർന്നിരിക്കുന്ന ഷുഗറാണ് ഇത്. അതിനെയാണ് ഷുഗറിന്റെ പ്രശ്നം എന്ന് കരുതുന്നത്. നാം പരിശോധിക്കുന്ന ബ്ലഡ് പ്രഷറിനെയാണ് അതുപോലെ തന്നെ പരിഗണിക്കുന്നത്. എന്നാൽ ഞാൻ വീണ്ടും ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ലക്ഷണങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ടെസ്റ്റാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ആഴത്തിലുള്ള അറിവ് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് മനസ്സിലാകില്ല. എനിക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ചില പരിശോധനകൾ ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഫാസ്റ്റിംഗ് ഇൻസുലിൻ പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. യഥമ്യ ഹൈലി സെൻസിറ്റീവ് സിറിയാക്റ്റീവ് പ്രോട്ടീൻ, അബോലിപ്പോപ്രോട്ടീൻ, LDL കൊളസ്ട്രോൾ എന്നിവയുടെ നിലകൾ പരിശോധിച്ചാൽ എൻ്റെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എത്രത്തോളം ഉയർന്നിട്ടുണ്ട് എന്നത് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തേത് പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ശകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വേസ്റ്റ് സർക്കംഫറൻസിനൊപ്പം ശരീരത്തിൽ എത്ര ഫാറ്റ് ഉണ്ട്, എത്ര മസിൽ മാസ് ഉണ്ട് എന്നതും അറിയണം. കാരണം ഈ എല്ലാ കാര്യങ്ങളും ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതിനാൽ നമുക്ക് അതും ശരിയായ രീതിയിൽ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യണം. കൂടാതെ എൻ്റെ ഡയബറ്റീസ് ഏത് നിലയിലാണ് എന്ന് അറിയണം. അത് മൈൽഡ് ലെവലിലാണോ, മോഡറേറ്റ് ലെവലിലാണോ, ഇന്റർമീഡിയറ്റ് ലെവലിലാണോ, പ്രൈമറി അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ലെവലിലാണോ എന്നത് നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ നിലയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്. സാധാരണയായി കാണുന്നത് നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ നില 6 താഴെയാണെങ്കിൽ അതോ 2നും 6നും ഇടയിലാണെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. 6നും 22നും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് മൈൽഡ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. 22നും 44നും ഇടയിൽ നിങ്ങളുടെ ഇൻസുലിൻ നില ഉയരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഡറേറ്റ് ലെവലിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലാണ്. എന്നാൽ 44 അഥവാ 50 അതിനേക്കാളധികമോ നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ നിലയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ സിവിയർ ലെവലിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. അതിനാൽ നിങ്ങൾ അതിനെ ഉടൻ കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഗൗരവമായ പ്രശ്നങ്ങൾ വികസിക്കാം. അതിനാൽ ശരിയായ പരിഹാരം ശരിയായ വിലയിരുത്തലിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അടുത്തത്, നിങ്ങൾക്ക് ഡയബറ്റീസ് റിവേഴ്സൽ അല്ലെങ്കിൽ ഡയബറ്റിക് റിമിഷൻ നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതിനായി ഞാൻ ഇവിടെ ഒരു ഫോർമുലയും തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ആളുകളോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ രോഗങ്ങൾക്കുമേൽ നിങ്ങളുടെ MRP മൂല്യവർധന കൂട്ടരുത്. MRP എന്നത് സാധാരണ വ്യാഖ്യാനത്തിൽ നമ്മൾ കേൾക്കുന്നത് മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്നാണ്. ശരിയാണല്ലോ? അതുപോലെ നിങ്ങളുടെ രോഗങ്ങൾക്കും മരുന്നുകൾക്കും ഡയബറ്റീസിനുമുള്ള ചെലവ് കൂടരുത് എന്നാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ 4 MRP ഒഴിവാക്കുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് M എന്നത് മിൽക്കിനാണ്. മിൽക്കിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇന്ന് ഓരോ വീട്ടിലും പാലുപയോഗിച്ചുള്ള ചായയും ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ പലർക്കും തോന്നുന്നു ഞാൻ ഷുഗർ ഫ്രീ ചായ കുടിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ലെന്ന്. പക്ഷേ ദൗർഭാഗ്യവശാൽ എനിക്ക് ഡയബറ്റിസ് പോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ഉണ്ടെങ്കിൽ പാലിൽ ഉള്ള കേസീൻ എന്ന പ്രോട്ടീൻ എൻ്റെ ബീറ്റ സെല്ലുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു. പാലിൽ മറ്റൊരു മോളിക്യൂൾ ഉണ്ട്, അതാണ് IGF എന്നറിയപ്പെടുന്നത്, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ. ഇത് എൻ്റെ ശരീരത്തിൽ കൂടുമ്പോൾ അതും എൻ്റെ ഇൻസുലിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു. എൻ്റെ ശരീരത്തിൽ കൊഴുപ്പ് വർദ്ധിപ്പിക്കാൻ ഈ IGF സഹായിക്കുന്നു. അതിനാൽ മുഴുവൻ ജീവിതം മുഴുവൻ വേണ്ട, പക്ഷേ നിങ്ങളുടെ പ്രമേഹം നിയന്ത്രണത്തിലാകുന്നതുവരെ, അതായത് പ്രമേഹം റിമിഷനിലേക്കോ റിവേഴ്സലിലേക്കോ പോകുന്നതുവരെ കുറച്ച് ദിവസങ്ങൾക്കെങ്കിലും നിങ്ങൾ പാൽ അല്ലെങ്കിൽ മൃഗജന്യ പാൽ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അതിനാൽ നിങ്ങൾക്ക് വലിയ ഗുണം ലഭിക്കും. അപ്പോൾ രണ്ടാം സൊല്യൂഷനിൽ എബിസിഡിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ് ബോഡി ഡിറ്റോക്സിന്റെ കാര്യം. ഈ ബോഡി ഡിറ്റോക്സ് വളരെ അത്യാവശ്യമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ. എൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും കാരണത്താൽ ടോക്സിൻസ് കൂടിയാൽ ആ ടോക്സിൻസ് എൻ്റെ ശരീരത്തെ ആസിഡിക് ആക്കുന്നു. ആ ആസിഡിക് ആയ ശരീരവും എൻ്റെ രക്തവും ഇൻസുലിൻ റെസിസ്റ്റൻസ് വളരെ കൂടുതലായി വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യയുടെ പ്രധാന പ്രശ്നം ഇന്ന് എന്തെന്നാൽ ഓരോ വീട്ടിലും രാവിലെ വിശപ്പോടെ നമ്മൾ ചായ കുടിക്കുന്നതാണ്. അതിനു പകരം അത് ഒഴിവാക്കി ഏതെങ്കിലും ആൽക്കലൈൻ ജ്യൂസുമായി നമ്മുടെ ദിവസം ആരംഭിച്ചാൽ നല്ലതാണ്. ഉദാഹരണത്തിന് ആംലയുടെ ജ്യൂസ്, അലോവേര ജ്യൂസ്, ഗ്രീൻ ജ്യൂസ് അല്ലെങ്കിൽ സ്മൂതി പോലുള്ളവ കഴിക്കാം. പല സ്ഥലങ്ങളിലും വെജിറ്റബിൾ ജ്യൂസ്, പ്രത്യേകിച്ച് ലോക്കിയുടെ ജ്യൂസ് ഉപയോഗിക്കാം. ഈ എല്ലാ വസ്തുക്കളും നമ്മുടെ വീട്ടിൽ തന്നെ ലഭ്യമാണ്. അതുപയോഗിച്ച് നമ്മൾ ദിവസം ആരംഭിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ മുഴുവൻ ദിവസം ഡിറ്റോക്സ് പ്രക്രിയ തുടർച്ചയായി നടക്കും. ഫാസ്റ്റിംഗിലൂടെ കൂടി ഡിറ്റോക്സ് സാധ്യമാണ്, പക്ഷേ അതിനായി നിങ്ങൾ 16 മണിക്കൂർ, 20 മണിക്കൂർ, 24 മണിക്കൂർ അല്ലെങ്കിൽ ജ്യൂസ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പോകുന്നുവെങ്കിൽ എൻ്റെ നിർദ്ദേശം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അതിനെക്കുറിച്ച് തീരുമാനിക്കരുത് എന്നതാണ്. നിങ്ങൾ ഫാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രമേ ചെയ്യാവൂ. ഫാസ്റ്റിംഗിലൂടെ കൂടി ഡിറ്റോക്സ് നടക്കും. ചില ഗൃഹചികിത്സകൾ ഉണ്ട്, അതിൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് അഭ്യംഗം ചെയ്യാം, വീട്ടിൽ ഇരുന്ന് പഞ്ചകർമ്മ ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് എനിമയും ഉപയോഗിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഡിറ്റോക്സ് ചെയ്താൽ നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വളരെ വേഗത്തിൽ കുറയും. നിങ്ങളുടെ ശരീരം ആൽക്കലൈൻ ആകും. ആൽക്കലൈൻ ശരീരത്തിൽ ഷുഗറും ബ്ലഡ് പ്രഷറും കൂടാറില്ല. മൂന്നാമത്തേതായുള്ള പരിഹാരം, അതായത് കസ്റ്റമൈസേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓരോ തലത്തിലും ഓരോരുത്തരുടെയും പ്രമേഹം വ്യത്യസ്തമാണ്.
ഓരോരുത്തരുടെയും ബ്ലഡ് പ്രഷർ സിസ്റ്റവും വ്യത്യസ്തമാണ്. അതിനാൽ നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ച് പ്രമേഹത്തെ റിമിഷൻ ചെയ്യണമെങ്കിൽ, പ്രമേഹത്തെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ കസ്റ്റമൈസേഷൻ ചെയ്യുന്നത് അത്യന്തം ആവശ്യമാണ്. ഡയറ്റ് എന്നത് ഒരു ഘടകമാണ്. അതിനെ ശരിയാക്കാതെ നിങ്ങളുടെ പ്രമേഹം മാനേജ് ചെയ്യാനാവില്ല. റിവേഴ്സ് ആകുന്നത് എന്നത് വളരെ ദൂരെയുള്ള കാര്യമാണ്. അപ്പോൾ കസ്റ്റമൈസേഷനിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ എൻ്റെ ശരീരത്തിൽ കഴിക്കുന്ന അന്നത്തിൽ 5 ഘടകങ്ങൾ ഉണ്ടെന്നതാണ്. അത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റാമിനുകൾ, മിനറലുകൾ എന്നിവയാണ്. ഇതിൽ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം എന്നത് എൻ്റെ ശരീരത്തിൽ അശാന്തമാകുന്ന ഘടകമാണ്. ഇന്ത്യയിൽ 90% ആളുകൾ ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലായി കഴിക്കുന്നു. നമ്മുടെ ഭക്ഷണത്തിൽ 72 മുതൽ 80% വരെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നു. അതിൽ നിങ്ങളുടെ റൊട്ടി, അരി, രാവിലെ ഉള്ള ഉപ്മ, പോഹ അല്ലെങ്കിൽ പരാത്തയും ഉൾപ്പെടുന്നു. എന്ത് വസ്തുവായാലും ധാന്യത്തിൽ നിന്നോ അന്നത്തിൽ നിന്നോ ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് എൻ്റെ ശരീരത്തിൽ എത്തുമ്പോൾ അത് എൻ്റെ ശരീരത്തിലേക്ക് സ്റ്റാർച്ച് കൊണ്ടുവരുന്നു. അതിനാൽ ഡയറ്റ് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാരം അനുസരിച്ചും സ്വഭാവം അനുസരിച്ചും കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ആദ്യം 50% വരെ കുറയ്ക്കണം. കുറച്ചതിന് ശേഷം അതിനെ ശരിയായ കാർബോഹൈഡ്രേറ്റ്, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കണം. ഒടുവിൽ അതിനെ നിയന്ത്രിക്കണം. ഈ മോഡൽ ഉപയോഗിച്ച് നിങ്ങളുടെ ഡയറ്റ് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രദേശത്തെ ഭക്ഷണരീതികൾ അനുസരിച്ച് നിങ്ങൾ ബാല്യത്തിൽ മുതൽ കഴിച്ചിരുന്ന ഭക്ഷണത്തിൽ നിന്ന് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ച് ഫൈബറിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ, പ്രോട്ടീൻ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്, പ്രോട്ടീന്റെ അളവ് വർദ്ധിപ്പിക്കും. കൂടാതെ ഹെൽത്തി ഫാറ്റ് എന്ന ഘടകവും അതിൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളുടെ പ്രമേഹം അവിടെ നിന്ന് തന്നെ റിവേഴ്സ് ആകാൻ തുടങ്ങും. നാലാമത്തേതായി സൊല്യൂഷന്റെ ഭാഗം ഡി ആണ്. എ, ബി, സി, ഡി എന്നതിൽ ഡി എന്നത് ഡയറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഡയറ്റിനെ ശ്രദ്ധയിൽപ്പെടുത്താതെ പ്രമേഹത്തെ റിവേഴ്സ് ചെയ്യുക എന്നത് വളരെ ദൂരെയുള്ള കാര്യമാണ്. അതിൻ്റെ നിയന്ത്രണം പോലും നേടാൻ കഴിയില്ല. അതിനാൽ ഡയറ്റിന്റെ തലത്തിൽ കസ്റ്റമൈസേഷൻ ചെയ്യുന്നത് വളരെ ആവശ്യമാണ്. അതിനായി ഞാൻ എപ്പോഴും ഒരു ഫോർമുല നൽകാറുണ്ട്: 40-30-20. നിങ്ങളുടെ ഭക്ഷണത്തിൽ 40% റോ അല്ലെങ്കിൽ ഫൈബർ ഉള്ള വസ്തുക്കൾ ഉണ്ടായിരിക്കണം, അതും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്. 30% നിങ്ങൾക്ക് പാചകം ചെയ്ത വസ്തുക്കൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതിൽ നിങ്ങളുടെ പരിപ്പ്, കറി മുതലായവ വരും. 20% മാത്രം ധാന്യങ്ങൾ ആയിരിക്കണം. ഈ രീതിയിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ ഷുഗർ ലെവൽ വളരെ വേഗത്തിൽ നിയന്ത്രണത്തിലാകും. അതിലും നിങ്ങൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ അല്ലെങ്കിൽ മില്ലറ്റുകൾ ഉപയോഗിച്ചാൽ. ചെറിയ സ്ഥലങ്ങളിൽ ജ്വാർ ഉപയോഗിക്കുന്നു, റാഗി ഉപയോഗിക്കാനും ഇവിടെ കഴിയും. സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന ഗോതമ്പിൽ ഗ്ലൂട്ടൻ ഉണ്ട്, അതിനാൽ ഷുഗർ കൂടുതൽ ഉയരും. അവിടെ നിങ്ങൾ ഹോൾ വീറ്റ് മാവ് ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ജ്വാർ, ബാച്ച്, റാഗി എന്നിവയുടെ ചപ്പാത്തി പല സ്ഥലങ്ങളിലും ഉണ്ടാക്കാറുണ്ട്. ഇവയെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ പ്രമേഹം വളരെ വേഗത്തിൽ നിയന്ത്രണത്തിലാകും. അടുത്ത് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യം, അടുത്ത ഘട്ടം, അതാണ് ഗേ. ഗെയിൽ എന്നത് എക്സർസൈസിനെയും സൂചിപ്പിക്കുന്നു. എ എന്നത് ഇമോഷണൽ വെൽബീയിങ്ങിനെയും സൂചിപ്പിക്കുന്നു. അതിനാൽ എക്സർസൈസ് ഇതിന് ഒരു ഓപ്ഷൻ ഇല്ല. എനിക്ക് എൻ്റെ പ്രമേഹം ശരിയാക്കണം, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കണം എങ്കിൽ ആദ്യം ഞാൻ സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ്. ഇന്ന് നാം കാണുന്നത് പല പ്രമേഹ രോഗികളും ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ എക്സർസൈസ് ചെയ്യുന്നു എന്ന് അവർ പറയുന്നു, ഞങ്ങൾ ദിവസവും നടക്കുന്നു എന്ന്. നടക്കുന്നത് നല്ലതാണ്, പക്ഷേ അത് ഫിറ്റ്നസിനാണ് നല്ലത്. എനിക്ക് ശരിയായ രീതിയിൽ പ്രമേഹം ശരിയാക്കണം, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കണം എങ്കിൽ 2 തരത്തിലുള്ള വ്യത്യസ്ത എക്സർസൈസുകൾ ചെയ്യേണ്ടതുണ്ട്. അതാണ് നാം ആന്റിഗ്രാവിറ്റി എക്സർസൈസ്, അർത്ഥം ഗുരുത്വാകർഷണത്തിന് എതിരായ എക്സർസൈസ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നടക്കുമ്പോഴും അതിനെ സ്ലോ ഫാസ്റ്റ് എന്നിങ്ങനെ, അതാണ് ഇന്റർവൽ വാക്ക് ചെയ്യണം. കാരണം നിങ്ങളുടെ മസിലുകളുടെ ശക്തി ശരിയായ രീതിയിൽ വർദ്ധിക്കാതെ വരെയും നിങ്ങളുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് ശരിയായി ആഗിരണം ചെയ്യപ്പെടുന്നില്ല. ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതും ശ്രദ്ധേയവുമായ ഒരു കാര്യമാണ്. അത് നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. ഗ്ലൂക്കോസ് ശരിയായി ആഗിരണം ചെയ്യാൻ നിങ്ങളുടെ മസിലുകളുടെ സെൻസിറ്റിവിറ്റിയും അല്ലെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയും വർദ്ധിപ്പിക്കാൻ മസിൽ ശക്തി വളരെ സഹായകമാണ്. മസിൽ ശക്തി വർദ്ധിപ്പിക്കാൻ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് പ്രോട്ടീൻ ഉൾപ്പെടുത്തുന്നത് വളരെ അത്യാവശ്യമാണ്. ഒരു ഭാഗത്ത് ഞാൻ എൻ്റെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് വർദ്ധിപ്പിക്കണം, മറ്റൊരു ഭാഗത്ത് ഞാൻ എൻ്റെ മസിൽ ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതിൽ നിങ്ങളുടെ ബൈസെപ്സ്, ട്രൈസെപ്സ് കൂടാതെ എല്ലാ കാലിലെ മസിലുകളും ശക്തമാക്കുന്നത് വളരെ പ്രധാനമാണ്. ഒരു ഭാഗത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങും നിങ്ങളുടെ റെഗുലർ കാർഡിയോയും ചേർത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വളരെ വേഗത്തിൽ നിയന്ത്രണത്തിലാകും. ഇവിടെ ഞാൻ ഒരു ടിപ്പ് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഭക്ഷണം കഴിച്ച ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് ചെയ്യുന്ന വ്യായാമം, അതായത് രാവിലെയും വൈകുന്നേരവും 20 മുതൽ 25 മിനിറ്റ് വരെ നടക്കുകയാണെങ്കിൽ അതിലൂടെ നിങ്ങളുടെ പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗർ വളരെ വേഗത്തിൽ നിയന്ത്രണത്തിലാകും. അടുത്ത 2ാം ഭാഗം ഇമോഷണൽ വെൽബീയിങ് ആയിരിക്കും. മറ്റെല്ലാ കാര്യങ്ങളിലും നാം വളരെ അധികം ശ്രദ്ധ ചെലുത്തുന്നു. പക്ഷേ നമ്മുടെ മനസ്സിൽ ഉള്ള നെഗറ്റിവിറ്റിയും നമ്മുടെ ജീവിതത്തിലെ അതിനെ എങ്ങനെ പുറത്താക്കണം എന്നതിൽ നാം അധികം ശ്രദ്ധിക്കാറില്ല. ഇമോഷണൽ വെൽബീയിങ് എന്നത് ഡയബറ്റിക് റിവേഴ്സലിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പരിഗണിക്കണം. ഞാൻ വളരെ അധികം രോഗികളെ കണ്ടിട്ടുണ്ട്. അവർ വളരെ ശരിയായ രീതിയിൽ ഡയറ്റ് പാലിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്യുന്നു, പക്ഷേ അവരുടെ ഡയബറ്റീസ് ഡയറ്റിനാലോ വ്യായാമത്തിനാലോ കൂടിയതല്ല. അവരുടെ ഡയബറ്റീസ് ഇമോഷണൽ സപ്രഷൻ കാരണം ആണ് കൂടിയിരിക്കുന്നത്.
അതിനാൽ നമ്മുടെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഓർമ്മ വയ്ക്കണം. എനിക്ക് ലഭിച്ച എല്ലാ കാര്യങ്ങൾക്കും നന്ദിയുള്ള മനോഭാവം പുലർത്തുക. എവിടെയായാലും കഴിയുന്നിടത്തോളം താങ്ക്സ് എന്നത് ഉപയോഗിക്കുക. എവിടെയായാലും നന്ദിയോടെ ഇരിക്കുക, നന്ദി പറയുക. ഇതെല്ലാം വളരെ പ്രധാനമാണ്. ഇതിലൂടെ നിങ്ങളുടെ ശരീരത്തിലെ കോർട്ടിസോൾ കുറയുകയും എൻഡോർഫിൻ നില ഉയരുകയും ചെയ്യും. രണ്ടാമത്തേത്, എൻ്റെ ജീവിതത്തിൽ ഉള്ള എല്ലാ ദുഃഖങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ആരെങ്കിലും എനിക്ക് വേദന നൽകിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും നഷ്ടം, മരണങ്ങൾ, ഇവയാൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പശ്ചാത്താപം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഖേദം ഉണ്ടെങ്കിൽ അതിനെ മനസ്സിൽ സൂക്ഷിക്കരുത്. നമുക്ക് പറയാറുണ്ട്, വീട്ടിൽ കച്ചവടം ഉണ്ടെങ്കിൽ നാം അതിനെ ദിവസേന വൃത്തിയാക്കുന്നു, അതുപോലെ തന്നെ മനസ്സിലും കച്ചവടം സൂക്ഷിക്കരുത്. ജേർണലിംഗിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പറിൽ നിങ്ങൾക്ക് അത് എഴുതാം. എത്രയും കഴിയുന്നുവെങ്കിൽ അത് മറ്റൊരാളുടെ തെറ്റായാലും നിങ്ങളുടെ സ്വന്തം തെറ്റായാലും എത്രയും വേഗം ക്ഷമയിലേക്ക് എത്തുന്നത് വളരെ പ്രധാനമാണ്. അതിനാൽ നിങ്ങൾക്ക് സമയം ലഭിക്കുന്നിടത്തൊക്കെയും എപ്പോഴും ഓർമ്മ വെക്കേണ്ടത്, നിങ്ങൾ കോംപ്ലിമെന്റ് മോഡിലായിരിക്കണം, നന്ദി പ്രകടിപ്പിക്കുന്ന മനോഭാവത്തിലായിരിക്കണം. എത്രയും വേഗം ആളുകളെ മാപ്പ് ചെയ്യാനും ക്ഷമിക്കാനും ശ്രമിക്കണം. പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും റിവേഴ്സലിനെ കുറിച്ചോ റിമിഷനെ കുറിച്ചോ പറയുമ്പോൾ അത് ടൈപ്പ് 2 ഡയബറ്റീസിനെ കുറിച്ചാണ്. ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ളവർക്കു അവരുടെ ഇൻസുലിൻ പൂർണ്ണമായും നിർത്താൻ കഴിയില്ല. അതിനാൽ പലർക്കും തോന്നാം ടൈപ്പ് 1 ഡയബറ്റീസിലും ഇത് ബാധകമാണ്. കുട്ടികളിൽ കാണപ്പെടുന്ന ഈ രോഗത്തിൽ അവർക്ക് ഇൻസുലിൻ നിർമ്മിക്കപ്പെടുന്നില്ല. അതെ, ഞാൻ ഇപ്പോൾ പറഞ്ഞ ടിപ്പുകൾ അവർക്കും ഉപകാരപ്പെടാം. അവരുടെ ഇൻസുലിൻ ഡോസുകളും കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്നത്തെ ലഭ്യമായ അറിവും നടത്തിയ ഗവേഷണവും ടൈപ്പ് 2 ഡയബറ്റീസിനെ കുറിച്ചാണ്. കൂടാതെ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഡയബറ്റീസ് പ്രീഡയബറ്റീസ് അവസ്ഥയിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡയബറ്റീസ് വളരെ ഗുരുതരമായ വിഭാഗത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഡയബറ്റിക് റിവേഴ്സൽ സാധ്യമാണ്. ഡയബറ്റിക് റിവേഴ്സലിന്റെ പ്രക്രിയ പതിയെ നടക്കുന്നതാണ്, പക്ഷേ ഉറപ്പുള്ളതുമാണ്. കുറഞ്ഞത് 3 മാസം, 4 മാസം, 5 മാസം എന്നിങ്ങനെ ഇതിനെ നോക്കരുത് എന്ന് ഞാൻ എപ്പോഴും പറയുന്നു. നാം എങ്ങനെ പണം നിക്ഷേപിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരോഗ്യത്തിൽ നിക്ഷേപിക്കേണ്ടതുണ്ട്. ഇത് ഒരു 5 വർഷം, 10 വർഷം പ്ലാനായി ആക്കുക. നിങ്ങൾക്ക് ആരോഗ്യവും ഫിറ്റും ആയിരിക്കാൻ ഒരു ദീർഘകാല പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട്. ഡയബറ്റീസിനെ ക്യൂർ ചെയ്യാമെന്ന് അങ്ങനെ പറയാറില്ല. ഡയബറ്റീസിനെ റിമിഷൻ എന്നത് അതിനെ നാം സ്ലീപ്പ് മോഡിലേക്ക് കൊണ്ടുപോകാമെന്നർത്ഥമാണ്. ഇത് ഇപ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അല്ലെങ്കിൽ അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ പോലും അംഗീകരിച്ചിട്ടുണ്ട്. അതിനാൽ നാം ഇത് എളുപ്പത്തിൽ ചെയ്യാം. എന്നാൽ ഇതിനെ ഒരു ദീർഘകാല ശീലമാക്കുന്ന പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങളിൽ എല്ലാവരും എൻ്റെ ഈ സെഷൻ ശ്രദ്ധയോടെ കേട്ടു എന്നെ വിശ്വസിക്കുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചില പ്രധാനപ്പെട്ട ടിപ്പുകൾ ലഭിച്ചിട്ടുണ്ടാവും. നിങ്ങളെയും നിങ്ങളുടെ ഡയബറ്റീസ് റിവേഴ്സലിനായി എന്തെങ്കിലും ശ്രമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിലൂടെ ഒരു നല്ലതും സന്തോഷകരവുമായ ജീവിതം നയിക്കുമെന്നുമാണ് എൻ്റെ ആശംസ. ഞാൻ ഇന്ന് ജോഷ് ടോക്സിന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അവർക്കായി ഞാൻ എൻ്റെ നന്ദി പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അവബോധവും അറിവും പ്രചരിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ പ്ലാറ്റ്ഫോം ജോഷ് ടോക്സ് ഇവിടെ ഒരുക്കി എന്നെ ഇവിടെ അവസരം നൽകുകയും ചെയ്തു. അതിനാൽ ആദ്യം ഞാൻ ജോഷ് ടോക്സിനോടുള്ള എൻ്റെ നന്ദിയും കൃതജ്ഞതയും ഇവിടെ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതേ അവബോധവും അറിവും പ്രചരിപ്പിക്കുന്നതിൻ്റെ ജോലി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. കൂടുതൽ ആളുകളെ പ്രമേഹം പോലുള്ള ഗുരുതരമായ രോഗങ്ങളിൽ നിന്നും മറ്റ് ഡിസോർഡറുകളിൽ നിന്നും പൂർണ്ണമായും മോചിതരാക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയിൽ നിന്ന് ഈ ടൈപ്പ് 2 പ്രമേഹ പ്രശ്നം പൂർണ്ണമായും എന്നേക്കുമായി ഇല്ലാതാക്കണം എന്നതാണ്. അതുപോലെ എല്ലാവർക്കും സന്തോഷകരവും ആരോഗ്യകരവും രോഗരഹിതവുമായ ഒരു ജീവിതം ലഭിക്കണം എന്നതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം.